ക്ലോക്സ് എന്ന ടോപ്പിക്കിലെ പാർട്ട് 2 ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പല ടൈപ്പുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് 2 ഫോമുല പറഞ്ഞിട്ട് ആംഗിളിൻ്റെ ഫോമുലയും മിനിറ്റിൻ്റെ ഫോമുലയും യൂസ് ചെയ്തിട്ട് 2 ടൈപ്പുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിൽ ഈ രണ്ടാമത്തെ ടൈപ്പ്, അതായത് മിനിറ്റിൻ്റെ ഫോമുല m = 30h ± θ × 2/11 എന്ന ഫോമുല യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? m = 30h ± θ × 2/11. അപ്പോൾ ഇവിടെ എച്ചിൻ്റെ ഒരു വാല്യൂവും തീറ്റയുടെ വാല്യൂവും തന്നു കഴിഞ്ഞാൽ നമുക്ക് മിനിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ബിറ്റ്വീൻ 3 and 4 എന്ന് പറയുന്ന അവറിനിടയ്ക്ക് 20 മിനിറ്റിൽ 3 and 4 അവറിനിടയ്ക്ക് 0 ഡിഗ്രി മേക്ക് ചെയ്യുന്നത് എവിടെയാണ്, 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നത് എവിടെയാണ്, 120 ഡിഗ്രി മേക്ക് ചെയ്യുന്നത് എവിടെയാണ്, ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തത്. 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, ഇതൊക്കെ ഈ ആംഗിളൊക്കെ എവിടെയാണ് ഫോം ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഫോമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനി ഇതിനുള്ള ഒരു ചെറിയ ട്രിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്. സെയിം പ്രോബ്ലം ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഈ ഷോർട്ട് കട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരു ക്ലോക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിവിഷൻസും പറഞ്ഞതിന് ശേഷം 12 ഡിവിഷൻസ് ആണ് ഉള്ളത്. ഇതിൽ 2 ഹാൻഡ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. 2 ഹാൻഡ്സും 12 തന്നെ ഇരിക്കുകയാണെന്നിരിക്കട്ടെ. 2 ഹാൻഡ്സും ഇത് മിനിറ്റ് ഹാൻഡ്, വലുത് മിനിറ്റ് ഹാൻഡ്, പെൻ മിനിറ്റ് ഹാൻഡ്, പെൻസിൽ അവർ ഹാൻഡ്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങുമ്പോഴത്തേനും കറങ്ങി ഒരു മണിക്കൂറായി കഴിയുമ്പോഴത്തേനും ഇങ്ങനെ വരും. അതായത് 100 എന്ന ടൈമിൽ വരും. അതായത് 1 മണിക്കൂർ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മൊത്തം ഈ മിനിറ്റ് ഹാൻഡ് സഞ്ചരിച്ച് എത്രയാണ്? 60 മിനിറ്റ്. അതേസമയം സ്മോൾ ഹാൻഡ് എത്ര സഞ്ചരിച്ചു? 1 മണിക്കൂർ സഞ്ചരിച്ച്. അപ്പോൾ മൊത്തം സഞ്ചരിച്ചത് 60 മിനിറ്റ്സ് മിനിറ്റ് ഹാൻഡ്. അവർ ഹാൻഡ് സഞ്ചരിച്ചത് 1 അവർ. അപ്പോൾ ഇപ്പോൾ ഈ പ്രസൻറ്റിൽ 1 അവർ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള മിനിറ്റിലെ വ്യത്യാസം എത്രയാണ്? 5 മിനിറ്റ്സ്. ഇനി ഈ മിനിറ്റ് ഹാൻഡ് ഈ അവർ ഹാൻഡിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ എത്ര കൂടി സഞ്ചരിക്കണം? 1 മിനിറ്റ് കൂടി, ഏകദേശം 1 മിനിറ്റിന് മേലെ, 5 മിനിറ്റ്സിന് മേലെ സഞ്ചരിക്കണം. ഈ ഗ്യാപ്പ് 5 മിനിറ്റ്സിന് മേലെ സഞ്ചരിച്ചാൽ അവർ ഹാൻഡിന് മേലെ മിനിറ്റ് ഹാൻഡിന് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 1 അവർ ടോട്ടൽ സഞ്ചരിച്ചു, അതായത് 60 മിനിറ്റ്. അപ്പോൾ അവർ ഹാൻഡ് എന്ന് പറയുന്നത് 1-ലെത്തി. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? എത്രയുടെ ഡിഫറൻസാണ് ഉള്ളത്? 5 മിനിറ്റ്സ്. അത് ഇപ്പുറത്ത് ഈ ഭാഗത്തുകൂടി നോക്കിക്കഴിഞ്ഞാലോ, ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാലോ, 60 മിനിറ്റ് രണ്ടും 12 തന്നെയായിരുന്നു. 1 മണിക്കൂർ സഞ്ചരിച്ച് കറങ്ങി വന്നപ്പോഴത്തേനും ഇവർ തമ്മിൽ 55 മിനിറ്റ്സിൻ്റെ വ്യത്യാസമുണ്ട്. കാരണം ഇവിടുത്തെ 5 മിനിറ്റ്സ് ആണ്. ക്ലോക്ക് വൈസ് എടുത്തു കഴിഞ്ഞാൽ 60 മിനിറ്റ് സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും 55 മിനിറ്റ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഈ ഒരു റേഷ്യോ, അതായത് 60/55 എന്ന റേഷ്യോ എടുത്തിട്ട് വേണം നമുക്ക് ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാനായിട്ട്. 60/55 × m, ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് ഫോമുല എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ നോക്കുന്നത്. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഇനി നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 3 and 4? Does the hands make 0 degree?
വാട്ട് ടൈം ബിറ്റ്വീൻ 3 and 4 hour ഡസ് ദി ഹാൻഡ്സ് മേക്ക് 0 degree? ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഹാൻഡ് 3 and 4 ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 3 കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എവിടെ തന്നെയാണ് മിനിറ്റ് ഹാൻഡ് വരുന്നത്? 50 മിനിറ്റിലാണ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിവിടെ എടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 60/55 ഇൻറ്റു നമ്മുടെ മിനിറ്റ് എത്രയാണ്? 15. ഇനി ഈ വാല്യൂസിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ അതായത് 180 / 11. ഇതാണ് നമ്മുടെ മിനിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് 3 hour 16 4/11 മിനിറ്റ്സ്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ ചെയ്ത പ്രോബ്ലമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫോർമുല യൂസ് ചെയ്ത പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്തത്. അവിടെ നമുക്ക് കിട്ടിയത് 3 hour 16 4/11. ഇവിടെ കിട്ടിയത് 3 hour 16 4/11 ഷോർട്ട് കട്ട് വെച്ച് ചെയ്തപ്പോഴത്തേനും. ഇതാണ് ഇതിൻ്റെ ഈസി മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് വെച്ച് നമുക്ക് 0 ഡിഗ്രിയുടെ ഇപ്പോൾ ചെയ്തു 1-2 പ്രോബ്ലംസും അടുത്ത ആംഗിളും നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ടൈം ബിറ്റ്വീൻ 3 and 4 but time between 4 and 5 does the hands make 0 degree? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി ഈ ഹാൻഡ്സ് 4-ലാണെന്നുണ്ടെങ്കിൽ, ഇതേ ഹാൻഡ്സ് തന്നെ 4-ലാണെന്നുണ്ടെങ്കിൽ നമുക്കത് എത്രയിലാണ് മിനിറ്റ് വരുന്നത്? 20-ലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് 60/55 ഇൻറ്റു 20. നമ്മൾ എടുക്കേണ്ട എപ്പോഴും എങ്ങനെയാണ്? അവർ കോൺസ്റ്റൻ്റ് ആക്കി തന്നെ നിർത്തുക. ആ അവറിൽ 0 ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്, അതായത് കോയിൻസൈഡ് ചെയ്യുന്നത്. മേക്ക് 0 ഡിഗ്രി ഓർ കോയിൻസൈഡ്. 4 ഫസ്റ്റ് അവർ എടുക്കുക 4 ആണ്. അവിടെ കോയിൻസൈഡ് ചെയ്യുമ്പോൾ എത്ര മിനിറ്റ് ആണ്? 4 × 5 20. ആ 20 മിനിറ്റ്സ് ആണ് നമുക്കിവിടെ വേണ്ടത്. ക്യാൻസൽ ചെയ്യുക. 5 വെച്ച് ക്യാൻസൽ ചെയ്ത് 4 11 240/11 2 21 9/11 മിനിറ്റ്സ്. അതായത് 4 hour 21 9/11 മിനിറ്റ്സ്. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. ഈ ആൻസർ മുന്നത്തെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 4 hour 21 9/11 മിനിറ്റ്സ്. ഇതാണ് നമ്മൾ നേരത്തെ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്തത്. ഇത് ഷോർട്ട് കട്ട്. സെയിം ആൻസർ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് 90 ഡിഗ്രിയുടെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ബേസ് ചെയ്തിട്ടാണ്. ഇത്രയും നേരം നമ്മൾ 0 ഡിഗ്രിയാണ് ചെയ്തത്. ഇനി 90 ഡിഗ്രി യൂസ് ചെയ്തിട്ട് നോക്കാം. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 4 and 5 does the hour and minute hands makes 90 degrees or right angles? ഇവിടെ ഈ മിനിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കുറച്ചൊന്ന് ഗസ് ചെയ്തെടുക്കണം.
ഫസ്റ്റ് അവർ ഹാൻഡ് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. ഇനി ഇവിടുന്ന് റൈറ്റ് ആംഗിൾ വരണമെങ്കിൽ എവിടെ വരണം? അത് ഇതിപ്പോൾ 20 ആണ്. 300 എന്ന് പറയുന്നത്, അതായത് 3 o'clock എന്ന് പറയുന്നത് ഓൾറെഡി 90 ഡിഗ്രിയാണ്. അപ്പോൾ അവിടുന്ന് 1 ഡിവിഷനാണ് ഇങ്ങോട്ട് മാറിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എത്ര മാറണം? 1 ഡിവിഷൻ മാറണം. അതായത് 405, അതായത് 4:05 ഇവിടെയാണ് ഒരു 90 ഡിഗ്രി പോസിബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു 90 ഡിഗ്രി എവിടെയാണ് പോസിബിൾ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് 35 മിനിറ്റ്സിൽ, അല്ലെങ്കിൽ 7, അതായത് 4:35. ഇങ്ങനെയാണ് 90 ഡിഗ്രീസ് പോസിബിൾ ആയിട്ടുള്ളത്. ഇതേ സമയം ബിറ്റ്വീൻ 5 and 6 ആണെങ്കിലോ 5ഉം ഏതൊക്കെ ആംഗിൾസ് തമ്മിൽ, ഏതൊക്കെ ടൈം തമ്മിലാണ് 90 ഡിഗ്രി മേടിക്കുന്നത്? 5 ആണെന്നുണ്ടെങ്കിൽ 5:10. കാരണം എത്ര ഡിവിഷൻസ് ആണ് മാറേണ്ടത്? ഇപ്പോൾ 3 ആണെന്നുണ്ടെങ്കിൽ 1 2 3 ഡിവിഷൻസ് ആണ് നമുക്ക് മാറേണ്ടത്. അപ്പോൾ 4 ആകുമ്പോഴത്തേനും 1 2 3 ഡിവിഷൻസ്, 5 ആകുമ്പോഴത്തേനും 1 2 3, അതായത് 5 10ഉം പിന്നെ ഏതൊക്കെയാണ് 1 2 3 5 40. ഈ 2 ഡിവിഷൻസ് ആണ് 5ന് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് 4ൻ്റെയാണ് വേണ്ടത്. 60 നമ്മൾ ഷോർട്ട് കട്ട് ഫോർമുല എത്രയാണ്? 60/55 × m എത്രയാണ് ഇവിടെ? 4505. 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 11, അതായത് 60/11. 60/11 5 55 5 11 5 5/11. ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് 5/11 മിനിറ്റ്സ് ആണ്. ഇനി അടുത്തൊരു പോസിബിലിറ്റി ഏതാണ്? സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് 60/55. ഈ 4 5ന് ഓപ്പോസിറ്റ് ഏതാണ്? 35. അപ്പോൾ 60/55 × 35. 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ 7 11. 6 × 7 420/11. 3 33 9 0 8 88 2 38 2/11 മിനിറ്റ്സ്. അപ്പോൾ നമുക്ക് 2 വാല്യൂ കിട്ടി. ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ബിറ്റ്വീൻ 4 and 5 hours, അതായത് 4 hour 5/11 മിനിറ്റ്സും 90 ഡിഗ്രി മേക്ക് ചെയ്യുന്ന എവിടെയൊക്കെയാണ്? 4 5 5/11 മിനിറ്റ്സും 4 hour 38 2/11 മിനിറ്റ്സും. ഈ 2 ടൈമിലാണ് നമുക്ക് 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ 90 ഡിഗ്രി ഇപ്പോൾ ഡിസ്കസ് ചെയ്ത്, ഇനി 180 ഡിഗ്രിയുടെ ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. വാട്ട് ഈസ് ദി ടൈം between 4 and 5 which makes 180 ഡിഗ്രി? അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ബിറ്റ്വീൻ 4 and 5 ആണ്. ഫോർ 4 ഇവിടെ 5 4ന് നേരെ ഓപ്പോസിറ്റ് ആരാണുള്ളത്? 50, അതല്ലെങ്കിൽ 10. അപ്പോൾ നമ്മുടെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് 60/55 × m എത്രയാണ്? 50. 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ 10 11 600/11. അതായത് 4 hour 54 4/11 മിനിറ്റ്സ്. ഈ ടൈമിലാണ് 180 ഡിഗ്രി മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതോടെ നമ്മുടെ ഡിഗ്രീസിൻ്റെ
പ്രോബ്ലംസ് കഴിഞ്ഞ്. ഇനി നമുക്ക് കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസ് നോക്കാം, 1 word ക്വസ്റ്റ്യൻസ് പോലെ. വാട്ട് ഈസ് എ ആംഗിൾ കവേർഡ് ബൈ അവർ ഹാൻഡ് ഇൻ 15 minutes? ആംഗിൾ covered by our hand in 15 minutes. അവർ ഹാൻഡ് 15 minutesൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അവർ ഹാൻഡ് 1 hourൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. ഇതെന്ന് പറയുന്നത് 60 minutes ആണ്. അങ്ങനെയാണെങ്കിൽ 1 minute എത്രയായിരിക്കും? 30/60 1/2 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 15 minutesലോ 15/2 ഡിഗ്രീസ് അഥവാ 7.5 ഡിഗ്രീസ്. ഇത് വേറൊരു രീതിയിലും ചെയ്യാം. 60 minutesന് 30 ഡിഗ്രി. അപ്പോൾ 60/4 60 divided by 4 15. അപ്പോൾ 15 minutes 30/4 അതായത് 7.5 ഡിഗ്രീസ്. ഇങ്ങനെയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി ആംഗിൾ കവേർഡ് ബൈ അവർ ഹാൻഡ് ഫോർ 24 minutes? ആംഗിൾ കവേർഡ് ബൈ അവർ ഹാൻഡ് ഇൻ 24 minutes. ഇവിടെ നമുക്ക് നേരത്തെ കിട്ടി 1 minute ഇത് രണ്ടും അവർ ഹാൻഡിൻ്റെ കേസാണ്. അവർ ഹാൻഡിൻ്റെ കേസിൽ 1 minute എത്രയാണ്? 1/2 ഡിഗ്രി. അങ്ങനെയാണ് 24 minute എത്രയായിരിക്കും? 1/2 × 24 12 ഡിഗ്രീസ് അവർ ഹാൻഡിൻ്റെ കേസിൽ. ഇത് തന്നെ മിനിറ്റ് ഹാൻഡിൻ്റെ കേസിലാണെങ്കിലോ ഈ 24 minute തന്നെ മിനിറ്റ് ഹാൻഡ് എത്ര കവർ ചെയ്യും? 5 minutes 30 ഡിഗ്രീസ്, 1 minute 6 ഡിഗ്രീസ്, 24 minute 24 × 6 144 ഡിഗ്രീസ് മിനിറ്റ് ഹാൻഡ് കവർ ചെയ്യും. ആ വ്യത്യാസം കണ്ടോ? അവർ ഹാൻഡ് 24 minute 12 ഡിഗ്രീസ് കവർ ചെയ്യുമെങ്കിൽ മിനിറ്റ് ഹാൻഡ് 144 ഡിഗ്രി കവർ ചെയ്യും. ഇതാണ് ഈ ഹാൻഡ്സ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി ആംഗിൾ ഫോർ ദി ടൈം 3:30. നമുക്ക് ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ ദി ഹാൻഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഫോർമുല എന്ന് പറയുന്നത്? എന്താണ്? മോഡുലസ് 30h മൈനസ് 11/2 m. തീറ്റ എന്ന് പറയുന്നത് 30h എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 3. അപ്പോൾ 3 × 30 90 മൈനസ് 11/2 മിനിറ്റ് എത്രയാണ്? 30. അപ്പോൾ 15. 15 × 11 എന്ന് പറയുമ്പോഴത്തേനും 15 165 മോഡുലസ് 90 മൈനസ് 165 അതായത് -75 = 75 ഡിഗ്രി. അടുത്ത നമുക്കൊരു ടൈം തന്നിട്ടുണ്ട്, ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദി ആംഗിൾ ഫോർ ദി ടൈം 6:45. തീറ്റ എന്ന് പറയുന്നത് മോഡുലസ് 30 × 6 മൈനസ് 11/2 × 45. 3 × 6 118 0 495/2 അതായത് 180 മൈനസ് 495 /2 2494 7
0.5 247.5 ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.5 7 14 6 67 മൈനസ് 67.5 പോസിറ്റീവ് ആവും 67.5 ഡിഗ്രി. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈം തന്നെയാണ്. ആംഗിൾ കണ്ടുപിടിക്കണം. 11:20. തീറ്റ എന്ന് പറയുന്നത് മോഡുലസ് 30h മൈനസ് 11/2 m. 330 മൈനസ് 110. 100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 230. 110 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 220 ഡിഗ്രി. ആൻസർ ആയോ ഇല്ല, ശ്രദ്ധിക്കണം. ഇത് റിഫ്ലക്സ് ആംഗിളാണ്. ഇത് മറന്നു പോരുത്, 220 ഓപ്ഷനിലുണ്ടാവും. ഇത് റിഫ്ലക്സ് ആംഗിളാണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 360 എന്ന് മൈനസ് ചെയ്യണം. 360 മൈനസ് 220. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 20 മൈനസ് ചെയ്യുമ്പോൾ 340. 200 മൈനസ് ചെയ്യുമ്പോൾ 140 ഡിഗ്രി. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 8 and 9 the hands coincide? At what times between 8 and 9 the hands coincide? അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്യേണ്ടത്. 8 കോയിൻസൈഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് എത്രയാണ്? 8 × 5 40 ആണ് ഓൾറെഡി. 7 8 ഇതാണ് 8. അവിടെ കോയിൻസൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ അത് 40 മിനിറ്റ്സ് ആണ്. അതായത് 60/55 ഇൻറ്റു എം ആണ് നമ്മുടെ ഫോർമുല. എം എത്രയാണ്? 40. 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 8 11. 6 × 8 48. 0/11. 480 ഡിവൈഡ് ബൈ 11. 4 44 4 0 3 33 7 43 7/11. അതായത് അറ്റ് 8 hours 43 7/11 minutes the hands coincide. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി. അടുത്തത് നമ്മൾ മുന്നേ പറയാത്ത രീതിയിലുള്ളൊരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അറ്റ് വാട്ട് ടൈം between 7 and 8 the hands make 50 ഡിഗ്രി. നമ്മൾ ചെയ്തിട്ടുള്ള സെയിം ഫോർമുലയിൽ തന്നെയാണ്. m = 30h മൈനസ് പ്ലസ് ഓർ മൈനസ് തീറ്റ ഇൻറ്റു 2/11. ഇത് നമുക്ക് ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ടൈം എടുക്കുക. 30 × 7 പ്ലസ് ഓർ മൈനസ് 50 ഇൻറ്റു 2/11 = 210 പ്ലസ് ഓർ മൈനസ് 50 ഇൻറ്റു 2/11. Five 20/11 320/11.
സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഏതൊക്കെ ടൈമാണ് 7 hour 47 3/11 മിനിറ്റ്സും 7 hour 29 1/11 മിനിറ്റ്സും ഈ രണ്ട് ടൈമിലാണ് 50 ഡിഗ്രീസ് മേക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഒരു സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. അറ്റ് വാട്ട് time between 5 and 6 the hands make 100 degrees. അപ്പോൾ ഇവിടെ മിനിറ്റ് നോക്കുമ്പോൾ 30h ± θ ഇൻറ്റു 2/11 150 ± 100 degree into 2/11 is equal to 150 plus 100 250 into 2/11 150 minus 100 50 into 2/11 500/11 100/11 500 divided by 11 44 60 5 55 5 45 5/11 100/11 9 99 1 9 1/11. അതായത് ബിറ്റ്വീൻ ഏതൊക്കെയായിരുന്നു ടൈം ചോദിച്ചിരുന്നത് 5 and 6. അപ്പോൾ എവിടെയൊക്കെയാണ് 100 ഡിഗ്രി മേക്ക് ചെയ്യുന്നത്? അറ്റ് 5 hour 45 5/11 minutes 5 hour 9 1/11 minutes. ഈ രണ്ട് ടൈമിലാണ് 100 ഡിഗ്രീസ് മേക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് വേർഡ് പ്രോബ്ലംസിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: 2 clocks are having correct time at 8 AM on one day. One clock loses 1 minute per hour while other gains 2 minutes per hour. At 5 PM on the same day, how much time the two clock differ? അതായത് 2 ക്ലോക്ക് ഉണ്ട്. ക്ലോക്ക് 1ഉം 2ഉം 2 ക്ലോക്കിനും 8 AM സെയിം ടൈമാണ്, കറക്റ്റാണ്. പക്ഷെ ഒരു ക്ലോക്ക് 1 മിനിറ്റ് പെർ അവർ ലോസ് ചെയ്യും, മറ്റേ ക്ലോക്ക് 2 മിനിറ്റ് പെർ അവർ ഗെയിൻ ചെയ്യും. അപ്പോൾ 5 PM സെയിം ഡേ 5 PM ടൈം എത്രയാണ്? എത്ര മിനിറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്? മിനിറ്റിൻ്റെ ഡിഫറൻസ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഫസ്റ്റ് ഡേ 1, രണ്ടും സെയിം ഡേയിൽ തന്നെയാണ് നടക്കുന്നത്. 8 AM ഫസ്റ്റ് ക്ലോക്ക് 1 മിനിറ്റ് വെച്ച് ലോസ് ചെയ്യും. സെക്കൻഡ് ക്ലോക്ക് 2 മിനിറ്റ്സ് വെച്ച് ഗെയിൻ ചെയ്യും. ഡേ 1 തന്നെയുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. 5 PM ഇത് 8 AM തൊട്ട് 5 PM വരെ എത്ര ടൈമുണ്ട്? 8 കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ 9 10 11 12 1 2 3 4 5 9 hours. 9 hours ഇവർ തമ്മിലുള്ള ഗ്യാപ്പ്. അപ്പോൾ 1 മണിക്കൂറിൽ 1 മിനിറ്റ് വെച്ച് ലോസ് ചെയ്യുമെങ്കിൽ 9 hours എത്രയാണ്? -9 minutes. 9 minutes ഇവിടെ ലോസായി.
ഇനി ഇവിടെയും 5 PM 9 hours 2 minutes വെച്ച് ഗെയിൻ ചെയ്തെങ്കിൽ 9 × 2 18 minutes ഗെയിൻ ചെയ്തു. അപ്പോൾ 9 minutes ലൂസ് ചെയ്ത് 18 minutes ഗെയിൻ ചെയ്തു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 18 + 9 = 27 minutes. ഇതാണ് ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ വാച്ച് ഓൺ സൺഡേ അറ്റ് 8 AM ഈസ് 4 minutes faster. ഒരു വാച്ച് സൺഡേയിൽ 8 AM 4 minutes ഫാസ്റ്റർ ആണ്. ഇനി നെക്സ്റ്റ് ഡേ ഓൺ മൺഡേ 2 PM ഇറ്റ് ഈസ് 2 minutes സ്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഫസ്റ്റ് ദിവസം 8 AM ഈ വാച്ച് 4 minutes ഫാസ്റ്റാണ്. നെക്സ്റ്റ് ദിവസം 2 PM ഈ വാച്ച് 2 minutes സ്ലോ ആണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഏത് ടൈമിലാണ് ആദ്യം ഫാസ്റ്റാണ് പിന്നെ സ്ലോ ആണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഏത് ടൈമിലാണ് ഇത് കറക്റ്റ് ടൈം കാണിക്കുന്നത്? അങ്ങനെ ഒരു ടൈം ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ സൺഡേ 8 AM, അതായത് 8:00 AM. നെക്സ്റ്റ് ഡേ ഏതാണ്? മൺഡേ 2:00 PM. അപ്പോൾ ഇവർ തമ്മിലുള്ള ടൈം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. മൺഡേ 8 AM ആകുമ്പോഴത്തേനും 24 hour ആയി. പിന്നെ 2 PM അങ്ങോട്ട് എത്ര ടൈമുണ്ട്? 24 hour ഓൾറെഡി ഉണ്ട് അവിടെ. ഇനി മൺഡേ 8 AM കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9, 10, 11, 12, 1, 2, 6 24 + 6 30 hours ആണ് ഇവർ തമ്മിലുള്ള ഗ്യാപ്പ്. അപ്പോൾ ഇവിടെ 4 minutes ഫാസ്റ്റർ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണിക്കുന്ന ടൈം എത്രയാണ്? 8:04 AM. ഇവിടെ 2 minutes സ്ലോവർ ആണ്. അങ്ങനെയാണെങ്കിൽ 1:58 PM ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റേഷ്യോ പ്രൊപ്പോർഷൻ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ മിക്സ്ചർ അലിഗേഷൻ എന്ന രീതിയിൽ സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 4, 2 അവർ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 4 + 2 6 ആണ് അവർ തമ്മിലുള്ള ഗ്യാപ്പ്. ടോട്ടൽ തമ്മിലുള്ള ടൈം ഗ്യാപ്പ് എത്രയാണ്? അവേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 30 hour. മിനിറ്റ്സ് തമ്മിലുള്ള ഫാസ്റ്ററും സ്ലോവറും തമ്മിലുള്ള ഗ്യാപ്പ് 6. 4 + 2 6. ടൈം ഗ്യാപ്പ് എത്രയാണ്? 30 hour. ഇത് ഒരെണ്ണം ഫാസ്റ്റും ഒരെണ്ണം സ്ലോയും, അത് പ്ലസും മൈനസും ഡിഫറെൻറ്റ് സൈൻസ് ആയതുകൊണ്ടാണ് തമ്മിൽ ആഡ് ചെയ്യുന്നത്. +4 + 2 ആണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 minutes ആയിട്ട് വരും. മൈനസും ആണെങ്കിൽ -4ഉം -2 ആണെങ്കിൽ വീണ്ടും 2 തന്നെയാണ് അവർ തമ്മിലുള്ള ഗ്യാപ്പ്. അപ്പോൾ ഇനിഷ്യലി തുടങ്ങുമ്പോൾ ഇവിടെ എത്ര മിനിറ്റ് ആണ് ഗ്യാപ്പ്? 4. ഇവിടെ എത്രയാണ്? x. ഈ x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6x = 30 × 4, അതായത് 6x = 120, x = 20 hour. അതായത് 20 hourന് ശേഷമാണ് ഈ 8 AM തൊട്ട് 20 hourന് ശേഷമാണ് ഇത് കറക്റ്റ് ടൈം കാണിക്കുന്നത്. 8 AM 4 minutes കൂട്ടരുത്, 8 AM. അതുകൊണ്ടാണ് നമ്മളിവിടെ 4 minutes എടുത്തത് അഡീഷണൽ ആയിട്ടുള്ളത്. 4 minutes + 20 hour ഷോസ് ദി കറക്റ്റ് ടൈം. 24 hour എന്ന് പറയുമ്പോൾ ഓൾറെഡി 8 AM ആണ്. അതിൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 4 AM. അറ്റ് 4 AM ഇറ്റ് ഷോസ് കറക്റ്റ് ടൈം. അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ക്ലോക്ക് റിങ്സ് 4 times for 4 o'clock ആൻഡ് ഇറ്റ് ടേക്സ് 4 seconds. 4 മണിക്ക് 4 ടൈം റിങ് ചെയ്യാനായിട്ട് 4 സെക്കൻഡ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 മണിക്ക് 10 പ്രാവശ്യം റിങ് ചെയ്യാൻ എത്ര സെക്കൻഡ് എടുക്കുന്നുണ്ട്? അപ്പോൾ 4 മണിക്ക് 4 പ്രാവശ്യം റിങ് ചെയ്തപ്പോൾ 4 സെക്കൻഡ് എടുത്തു എന്ന് പറഞ്ഞിട്ട് 10 മണിക്ക് 10 പ്രാവശ്യം റിങ് ചെയ്യാൻ 10 സെക്കൻഡ് എടുത്തു എന്ന് ചാടിക്കയറി പറയാൻ തോന്നും. പക്ഷെ അതൊന്ന് വെരിഫൈ ചെയ്യണം. നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? 4 o'clock 4 times റിങ് ചെയ്തു. ഈ 4 times എന്ന് പറയുമ്പോൾ 1, 2,
3 4. ഇതിനിടയ്ക്കുള്ള ഇൻ്റർവെൽസ് എത്രയാണ്? 1 2 3. 4 ടൈംസ് റിങ് ചെയ്യാനായിട്ട് 3 ഇൻ്റർവെൽസ് ഉണ്ട്. ഈ 3 ഇൻ്റർവെൽസിനാണ് 4 സെക്കൻഡ് എടുത്തത്. അപ്പോൾ 10 ടൈംസ് റിങ് ചെയ്യാൻ എത്ര ഇൻ്റർവെല്ലുണ്ട്? ഒരെണ്ണം കുറവായിരിക്കും, 9 ഇൻ്റർവെൽസ്. ഇതിന് ആണ് എക്സ് സെക്കൻഡ്സ് എടുത്തത്. അപ്പോൾ ഇത് നമ്മൾ മിക്സ്ചറായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ 3 ഇൻ്റർവെൽസിന് 4 സെക്കൻഡ് എടുത്ത് 9 ഇൻ്റർവെൽസിന് എത്ര സെക്കൻഡ് എടുക്കും? ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 3x = 9 × 4 36, x = 12. അതായത് 12 സെക്കൻഡ് എടുക്കും ഫോർ 10 റിങ്സ് അറ്റ് 10 o'clock. അല്ലാതെ 10 റിങ്സിന് 10 സെക്കൻഡ്സ് എന്ന് ചാടിക്കയറി പറയരുത്. ഇങ്ങനെയാണ് ഇത് വെരിഫൈ ചെയ്യുന്നത്. ഇറ്റ് ടേക്സ് 12 സെക്കൻഡ്സ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സബ് ടോപ്പിക്കാണ് മിറർ ഇമേജ് ആൻഡ് വാട്ടർ ഇമേജസ്. മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലോക്ക് നമ്മൾ നേരെ എടുത്ത് ഒരു മിററിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലോക്കിൻ്റെ ടൈം ഫ്ലിപ്പായതായിട്ട് കാണാനായിട്ട് പറ്റും. ഒരു ക്ലോക്ക് എടുത്ത് നമ്മളൊരു മിററിന് മുന്നിൽ പ്ലേസ് ചെയ്തിട്ട് ആ മിററിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ലോക്കിൻ്റെ ടൈം ഫ്ലിപ്പായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇപ്പുറത്തെ സൈഡാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇപ്പുറത്ത് കാണിക്കും. അതിനെയാണ് മിറർ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടൈം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് നമ്മുടെ ചോദ്യം. ഒരു ക്ലോക്കിൽ മൊത്തം എത്ര ടൈമാണുള്ളത്? 12 അവേഴ്സാണ്. ഈ 12 അവറിന് മുന്നേ ഉള്ള ടൈം എത്രയാണ്? 11:59. 59 കഴിഞ്ഞ് 11:60 ആയിക്കഴിഞ്ഞാൽ അത് 12 മണിക്കൂറായി. അതായത് 11 മണിക്കൂറും 60 മിനിറ്റും. ഇതാണ് 12 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മിറർ ഇമേജ്, ഒരു ടൈം തന്നിട്ട് മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 11:60 അത് മൈനസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഫൈൻഡ് ദി മിറർ ഇമേജ് ഓഫ് 5:20. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നേരെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 11:60 5:20 സബ്ട്രാക്റ്റ് ചെയ്യുക. 60 20 പോയാൽ 40, 11 5 പോയി കഴിഞ്ഞാൽ 6. അതായത് 5:20 മിറർ ഇമേജ് എന്ന് പറയുന്നത് 640 ആണ്. ഒന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെങ്ങനെയാണ് ഫ്ലിപ്പ് ആകുന്നതെന്നുള്ളത്. 5:20 എന്ന് പറയുമ്പോഴത്തേനും മിനിറ്റ് ഹാൻഡ് ഏകദേശം ഇവിടെ, 5 എന്ന് പറയുമ്പോൾ ഇവിടെ. ഇത് ഫ്ലിപ്പായപ്പോൾ എങ്ങനെയാണ് വന്നത്? ഇല്ല, 5:20 എന്ന് പറയുമ്പോഴത്തേനും 5 ഏകദേശം 20 ഇവിടെ. ഇത് ഫ്ലിപ്പായപ്പോഴത്തേനും മിനിറ്റ് ഹാൻഡ് അവർ ഹാൻഡ്, ഇത് 5:20, ഇത് 640. ഇതാണ് ഇതിൻ്റെ ഫ്ലിപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വാട്ടർ ഇമേജ് എന്താണെന്ന് നോക്കാം. വാട്ടർ ഇമേജിന് പറയുന്ന വേറൊരു പേരാണ് ഇൻവെർട്ടഡ് ഇമേജ്. അതായത് നമ്മൾ ഒരു ക്ലോക്കിൻ്റെ ഇമേജ് നേരെ തലതിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ എന്താണോ വരുന്നത് അതാണ് ഇൻവെർട്ടഡ് ഇമേജ് എന്ന് പറയുന്നത്. ഇത് സോൾവ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കേസാണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് ലെസ് ദാൻ 30 മിനിറ്റ്സ് ആണ്. അതായത് അതിൻ്റെ മിനിറ്റ് പാർട്ട് എന്ന് പറയുന്നത് 30 മിനിറ്റിനേക്കാളും ലെസ് ആണെന്നുണ്ടെങ്കിൽ 5:30 അതായത് 18:30 നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അതേസമയം ടൈം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 30 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെസ് ദാൻ 30 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ 6:30 18:30 മൈനസ് ചെയ്യണം. ഗ്രേറ്റർ ദാൻ 30 ആണെന്നുണ്ടെങ്കിൽ 5:90 അതായത് 6 മണിക്കടുത്ത് 5:90 5:90 അതായത് 90 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേനും 60 എത്ര കൂടുതൽ വന്നു? 30 എത്ര കൂടുതൽ വന്നു? ഒരു 60 കൂടി കൂടുതൽ വന്നു. അതായത് ഇത് രണ്ടും സെയിം തന്നെയാണ്. 6:30 5:90 അതായത് 5:05 കഴിഞ്ഞ് 6 ആയി 6:30 ആയി. ഇത് രണ്ടും സെയിം ടൈം തന്നെയാണ്. നമ്മൾ
ഈ മിനിറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തെടുത്താണ്. അതായത് 6:30 എന്ന് പറയുന്ന ടൈമിൽ നിന്നാണ് വാട്ടർ ഇമേജിന് സബ്ട്രാക്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇത് എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ടൈം തന്നിട്ടുണ്ടെങ്കിൽ സപ്പോസ് 11:20 വാട്ടർ ഇമേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 20 എന്ന് പറയുമ്പോൾ 30ക്കാൾ ലെസ്, അപ്പോൾ നമുക്ക് 18:30 എന്ന് സബ്ട്രാക്ട് ചെയ്യാം. 18:30 നിന്ന് 11:20 സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ 7:10 എന്ന് പറയുന്നതാണ് 11:20 വാട്ടർ ഇമേജ്. ഇതുപോലെ തന്നെ ഫൈൻഡ് വാട്ടർ ഇമേജ് ഓർ ഇൻവെർട്ടഡ് ഇമേജ് ഓഫ് 11:40. അപ്പോൾ 11:40 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 30 ആണ്. അപ്പോൾ 17 90 എന്ന് മൈനസ് ചെയ്യുമ്പോൾ 90 - 40 50, 17 - 11 650 ആണ് 11:40 വാട്ടർ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ ഇമേജ് എന്താണ്? ഇൻവേർട്ടഡ് ഇമേജ്. മിറർ ഇമേജിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, ഫൈൻഡ് ദ മിറർ ഇമേജ് ഓഫ് 444, അല്ലെങ്കിൽ ദ റിഫ്ലക്ഷൻ ഓഫ് എ ടൈം ഈസ് 444, ഫൈൻഡ് ദി ആക്ച്വൽ ടൈം. അപ്പോൾ മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എന്താണ്? 1160 എന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 716 ആണ് 444ൻ്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത്. അടുത്തൊരു ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യനിൽ പറയുന്ന ഇതാണ്: ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് അവർ ഹാൻഡിനെ 65 മിനിറ്റ്സ് ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. 65 മിനിറ്റിൻ്റെ ഇൻ്റർവെല്ലിലാണ് മിനിറ്റ് ഹാൻഡ് അവർ ഹാൻഡിനെ ഓവർടേക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഹാൻഡ് എത്ര മിനിറ്റ് ഗെയിൻ അല്ലെങ്കിൽ ലോസ് ചെയ്യുന്നുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മിനിറ്റ് ഹാൻഡ് അവർ ഹാൻഡിനെ 720/11 മിനിറ്റ്സ് അഥവാ 65/11 65 പോയിൻറ്റ് സംതിങ് മിനിറ്റ്സിലാണ് ഒരു ഡേയിൽ ഓവർടേക്ക് ചെയ്യുന്നത്. അതായത് 65 പോയിൻറ്റ് സംതിങ് ഉണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 65 ആണ്, 65 മിനിറ്റ് ആണ് n എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും ഇവിടെ 65 ആണ്, നമുക്ക് 65 പോയിൻറ്റ് സംതിങ് ആണ് ആക്ച്വൽ വാല്യൂ. അപ്പോൾ ഇത് കുറവായതുകൊണ്ട് തന്നെ ഇവിടെ ഗെയിൻ ആണ് സംഭവിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫോർമുല എന്ന് പറയുന്നത് 720/11 - n × 24 × 60/n. അവിടെ എന്നിൽ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 65 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 1440/143 10